ഹലോ, ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ലാത്തതെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഈ ഒരു ചപ്പാത്തി സ്പെഷ്യൽ ചപ്പാത്തിയാണ്. നമ്മൾ തലശ്ശേരിയിലുള്ള പുതിയാപ്പിളമാർക്കെല്ലാം ഇങ്ങനെയാണ് ചപ്പാത്തി ചുട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പോളം പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചപ്പാത്തിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാ ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് പാൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം പാൽ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് തന്നെയാണ് കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യേണ്ടത് സാധാ ചപ്പാത്തിൻ്റെ പോലെ തന്നെ. പക്ഷേ നമ്മൾ ഇതിൽ വെള്ളം ഉപയോഗിക്കില്ല, വെറും പാലിലാണ് ഞാനിത് കംപ്ലീറ്റ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് പാൽ ഞാൻ മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ഡോ കിട്ടുന്നത് വരെ അതിനനുസരിച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. സാധാ ചപ്പാത്തിയിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. സാധാ ചപ്പാത്തി നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെക്കണം, അതേപോലെ തന്നെ നല്ല ബബിളെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഹാർഡായി പോകും. പക്ഷേ ഇതൊരിക്കലും ഹാർഡായി പോവില്ല. ഇനി ഇതിന്ന് ഓരോ ബോൾസായി എടുക്കുക. കുറച്ച് വലിയ ബോൾസ് തന്നെ എടുക്കണം കേട്ടോ, ചെറിയ ബോൾസ് എടുക്കാൻ പാടില്ല. റൗണ്ട് ചപ്പാത്തി ചുടുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് വലിയ ബോൾ എടുക്കണം. അതിനുശേഷം അത് നല്ലോണം കൈവെള്ളയിലിട്ട് ഉരുട്ടി നല്ല സോഫ്റ്റ് ബോളാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി വിതറിയതിന് ശേഷം നമുക്ക് ഇത് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുക. വട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫുള്ള് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ പരത്തിയെടുക്കുക എന്നല്ല, ഒരു ചെറിയ സൈസിലൊന്ന് പരത്തിയെടുക്കുക, ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു സ്പൂണ് ബട്ടറോ ഗീയോ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തത് കേട്ടോ. ശരിക്കും ഗീയിലാണ് ഇത് ചെയ്തെടുക്കുക. ഗീയിൽ ചെയ്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അതിനുശേഷം ഇതേപോലെ 4 ഭാഗത്തുനിന്നും മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിൻ്റെ ഷേപ്പ് സ്ക്വയർ ഷേപ്പാണ് ഉണ്ടാകുക. അപ്പോൾ റൗണ്ട് ചപ്പാത്തി പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ഷേപ്പിലും കൂടിയും കിട്ടും. അപ്പോൾ ഇനി ഇത് നമ്മൾ വീണ്ടും പരത്തണം. വീണ്ടും നമ്മൾ സാധാ പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടിയിടുക. അതിനുശേഷം സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ഗീയോ ഒരുപാട് ബട്ടറോ ഇടറ്. അപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഡയറ്റ് ചെയ്യുന്നവരൊന്നും ഈ ചപ്പാത്തി കഴിക്കരുത് കേട്ടോ. ഇത് ഡയറ്റ് ചപ്പാത്തിയല്ല, കാരണം ഇതിൽ പാലും ബട്ടറും നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ് മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് മാവും പരത്തിയെടുക്കണം. നമുക്ക് വീണ്ടും അതേപോലെ തന്നെ കുറച്ച് വലിയ സൈസ് ബോൾ എടുക്കുക. അതിനുശേഷം കുറച്ച് നല്ലോണം ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ബോൾ പോലെ ആക്കിയതിന് ശേഷം കുറച്ച് പൊടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ സൈസിൽ പരത്തി ഒരു സ്പൂണ് ബട്ടറോ ഗീയോ ആഡ് ചെയ്തതിന് ശേഷം സ്ക്വയറായി മടക്കുക. അതിനുശേഷം സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ പരത്തി മാറ്റി വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരത്തുന്നതിനനുസരിച്ചിട്ട് ചൂടുകയും ചെയ്യാം കേട്ടോ. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നല്ലോണം ചൂടാവണം കേട്ടോ പാന്. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, പരത്തി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പരത്തുന്നതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഫ്ലെയിം കുറക്കാൻ പാടില്ല. ഇപ്പോൾ എന്നിട്ട് ചപ്പാത്തിൻ്റെ ആ ഒരു കളറ് ജസ്റ്റ് വീണ്ടും കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഫസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ അതൊന്ന് ജസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലോണം ഒരു ബബിൾ വരുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ മേലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ബട്ടറോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ റൗണ്ട് ചപ്പാത്തിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും ഇത്. അതേപോലെ തന്നെ റൗണ്ട് ചപ്പാത്തി ചിലപ്പോൾ കുഴച്ചത് ശരിയായിക്കില്ലെങ്കിലൊന്നും ഇങ്ങനെ പൊങ്ങി കിട്ടില്ല. പക്ഷേ ഇതെങ്ങനെയായാലും ഇത് പൊങ്ങി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ഒന്ന് റെഡിയായി കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പരത്തി വെച്ചത് കംപ്ലീറ്റ് ചുട്ടെടുക്കുക. അപ്പോൾ ഒന്ന് ചുട്ടതിന് ശേഷം ഒന്ന് പാനിൽ ബട്ടർ വരട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ജസ്റ്റ് കളറ് മാറുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് ബബിളി വരാൻ തുടങ്ങും. ആ ബബിളി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കേണ്ടത്. നിങ്ങൾക്കിത് കാണാൻ പറ്റിയാൽ ഇത് പെട്ടെന്ന് തന്നെ പിന്നെ ബബിള് വന്ന് കിട്ടും, പെട്ടെന്ന് റെഡിയാവും. പിന്നെ 2 സൈഡും ബട്ടർ പുരട്ടി കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് വേണം നമ്മളിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പരത്തി വെച്ച കംപ്ലീറ്റ് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് ജസ്റ്റ് കളർ മാറുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബബിൾ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കുറച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറല്ല, ഗീ ആണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഭാഗത്തു കൂടി ബട്ടർ വരട്ടി തിരിച്ചിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ചപ്പാത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ചപ്പാത്തിനേക്കാളും ടേസ്റ്റിയുമാണ്, പക്ഷെ അത്ര ഹെൽത്തി അല്ല. പിന്നെ വേറൊരു കാര്യം, ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറേ നേരം വെച്ചാലും ഇതിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. നമ്മൾ റൗണ്ട് ചപ്പാത്തി ചുടുന്ന സമയത്ത് നമ്മളെ പൊടി നല്ലോണം കുഴഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലും നല്ലോണം ബബിൾ വന്നിട്ടില്ലെങ്കിലെല്ലാം അത് ഹാർഡായി പോകും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നം വരില്ല. കാരണം നമ്മളിത് പാലിൽ കുഴച്ച് ബട്ടറിൽ പിന്നെ എന്താ പറയുക പരത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സാധാ റൗണ്ട് ചപ്പാത്തി ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എല്ലാം ഈ ഒരു ചപ്പാത്തി ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.